സപ്തസു 7 രാജ്യങ്ങൾ ഒരിടം 7 നേഷൻസ് 1 മെലഡി. ബിംസ്റ്റെക്കിന്റെ ആദ്യ പരമ്പരാഗത സംഗീതോത്സവം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് ഓഗസ്റ്റ് 4-ാം തീയതി നടന്നിരുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിംസ്റ്റെക്കിനെ പറ്റിയാണ്. എന്താണ് ഈ ബിംസ്റ്റെക്? ബേ ഓഫ് ബംഗാളിന്റെ തീരത്തുള്ള രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തികവും സാങ്കേതികവുമായ സഹകരണം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1997 ബാങ്കോക്ക് ഡിക്ലറേഷനിലോടുകൂടി ഉണ്ടാക്കിയ ഒരു പ്രാദേശിക സംഘടനയാണ് ബിംസ്റ്റെക്, അഥവാ ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോർപ്പറേഷൻ. ഇതിൽ ബാംഗ്ലാദേശ്, മ്യാൻമാർ, ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളാണ് ഉള്ളത്. ബിംസ്റ്റെക്കിന്റെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, എനർജി, ടെക്നോളജി, ടൂറിസം, ക്ലൈമറ്റ് ചേഞ്ച്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലകളിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ലാതെ റീജിയണൽ കണക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യാനും പോവർട്ടി റിഡക്ഷനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ബിംസ്റ്റെക്കിന്റെ ലക്ഷ്യമാണ്. സോ വൈ ഈസ് ബിംസ്റ്റെക് ഇമ്പോർട്ടന്റ്? ഇന്നത്തെ കാലത്ത് റീജിയണൽ കോപ്പറേഷൻ ഈസ് എ കീ ടു ഡെവലപ്മെന്റ്. ലോകസംഖ്യയുടെ 22% അഥവാ 1.7 ബില്യണിലധികം വരുന്ന ആൾക്കാരെയാണ് ഇത് ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ലാതെ വ്യാപാരത്തിലും ഊർജത്തിലും ബംഗാൾ ഉൾക്കടൽ ഒരു സുപ്രധാന സമുദ്രപാത കൂടിയാണ്. അതുമാത്രമല്ലാതെ സാർക്ക് പോലുള്ള പ്രാദേശിക ഗ്രൂപ്പുകൾക്ക് ഇതൊരു ആൾട്ടർനേറ്റീവ് കൂടിയാണ്, പ്രത്യേകിച്ച് ബൈലാറ്ററൽ ഇഷ്യൂസ് ഡെവലപ്മെന്റിന് തടസ്സമാകുമ്പോൾ. ഈ സമീപ വർഷങ്ങളിൽ ബിംസ്റ്റെക് കുറച്ചുകൂടി സുരക്ഷാ സഹകരണത്തിൽ സജീവമായി, പ്രത്യേകിച്ച് കൗണ്ടർ ടെററിസം, സൈബർ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ. ടു കൺക്ലൂഡ്, ബിംസ്റ്റെക് എന്നുള്ളത് നമ്മുടെ രാജ്യവും നമ്മുടെ അയൽ രാജ്യങ്ങളും പിന്നെ ബേ ഓഫ് ബംഗാളിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളും തമ്മിലൊരു സ്ട്രോങ് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ പ്ലാറ്റ്ഫോമാണ്. സോ ലുക്ക് അറ്റ് ബിംസ്റ്റെക് ആസ് നോട്ട് ജസ്റ്റ് ആസ് എൻ ഓർഗനൈസേഷൻ but as an opportunity for peace, progress and partnership. Thank you.